ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ, കർക്കിടക മാസമാണല്ലോ. നമ്മൾ ഈ ഒരു സമയത്താണ് പത്തേല ഉപ്പേരി വെച്ച് കഴിക്കുക. പത്തേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പണ്ടത്തെ കാർന്നോന്മാരൊക്കെ എല്ലാ കർക്കിടക മാസം വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണമുള്ള ഇലകളാണത്. അപ്പോൾ അതിൻ്റെ ഉപ്പേരി നമ്മളെല്ലാ പ്രാവശ്യം എല്ലാ കർക്കിടക മാസവും നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ വെച്ച് കഴിക്കുന്ന ഒരു സാധനമാണത്. അതുപോലെ നമ്മൾ പറയില്ലേ, മുരിങ്ങയുടെ ഇല കർക്കിടകത്തിൽ കൂട്ടരുത്, അതിന് കട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന 10 ഇലകളാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പത്തല എന്ന് പറയുക. അപ്പോൾ കുറച്ച് ഇലകൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ബാക്കിൽ പയർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറിൻ്റെ ഇല, പിന്നെ തഴുതാഴ്മ, നെയ്യുണ്ണി, ഈ 3 സാധനം നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ, അതായത് നമ്മുടെ കയ്യാലയുടെ തൊട്ടടുത്തുള്ള പറമ്പിലും ഇഷ്ടം പോലെ തഴുതാഴ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പറിച്ച്, ബാക്കിയുള്ളത് പറിക്കണമെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ബാക്കി ഐറ്റംസ് മുഴുവനായിട്ട് ചോദിച്ചാൽ 10 ഇല കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. അതായത് ഇലയുടെ പേരറിയാം, ഈ തകരയൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെന്താ വെച്ചാൽ, ഇവിടെ അങ്ങനെ ചെമ്പൂത്രയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ചേച്ചിക്ക് എന്താ സംഭവം എന്നറിയാം. എന്നാൽ പോലും നമ്മളങ്ങനെ, ഞാൻ എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് കൊണ്ടുവന്ന് അങ്ങനെ കഴിക്കാറ്. അല്ലാതെ നമ്മൾ ഇവിടെ അങ്ങനെ നമ്മൾ വെക്കാറില്ല. അപ്പോൾ ഞാൻ എന്താ കിട്ടിയ ഇലകളൊക്കെ പെറുക്കി കൂട്ടി വീട്ടിലേക്ക് പോയിട്ടാണ്. ഇതിപ്പോൾ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കണ ഇലകളാണിത്. അപ്പോൾ ഇന്ന് വീട്ടിലാണെങ്കിൽ അമ്മ കറി വെച്ചിരിക്കണത് മറ്റേ എന്താ പറയുക, ചേമ്പും താളും പരിപ്പും പുളിങ്കറിയാണ് വെച്ചേക്കണത് കേട്ടോ. ഇതാണ് നമ്മുടെ പത്തലയിലത്തെ ഒരു കൂട്ടം. ഇതിൻ്റെ പേര് താള് എന്നാണ് കേട്ടോ. ഇതിനെ ചില സ്ഥലത്ത് വെളിഞ്ചേമ്പ് എന്നൊക്കെ പറയും. അതായത് ഈ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടാവണ ചേമ്പ്, നമ്മുടെ കിഴങ്ങ് ഉണ്ടാവണ ചേമ്പല്ല. നമ്മളങ്ങനെ പത്തലയുടെ കിട്ടാത്ത സാധനങ്ങൾ പറിക്കാനായിട്ട് പോവുകയാണ്. നടന്ന് കുറച്ച് ദൂരം പോന്നിട്ടുണ്ട്. ഇനി എവിടെ നിന്ന് കിട്ടും എന്നറിയില്ല. ഇപ്പം നമുക്ക് എത്ര കൂട്ടം കിട്ടിയമ്മ? തകര മാത്രം കിട്ടണ്ടോ? താള് കിട്ടി, തകര കിട്ടി, ചേന കിട്ടി, ചേമ്പ് കിട്ടി, മത്ത കിട്ടി, കുമ്പളം കിട്ടി, ആനത്തുമ്പ കിട്ടി, നെയ്യുണ്ണി കിട്ടി, തഴുതാഴ്മ കിട്ടി, പയറിൻ്റെ ഇല കിട്ടി. അപ്പോൾ പിന്നെ തകര ഉണ്ട്. തകര മാത്രം ഇപ്പോൾ പറിക്കാൻ പോണു. തകരയുടെയും കൂടിയും കുറവുണ്ട്. അപ്പോൾ തകരയും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ 10 ഇല റെഡി. പിന്നെ അത് കഴുകി നുറുക്കി ഉപ്പേരി വയ്ക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. ഈ കുമ്പളം, മത്തൻ, ആ വക സാധനങ്ങളോ, ചേനയുടെ ഇല, അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തകരയുടെ ഇല തപ്പി പോകുമ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടത്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പം ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലാത്ത സാധനങ്ങളാണ്. എന്തോരം ചിത്രശലഭങ്ങളൊന്നും നോക്കാതെ ആ ഒരു ചെടിയുമ്പോൾ മാത്രമാണ് ഇവിറ്റ വന്നിരിക്കുള്ളൂ. ഞാൻ ചെടിയുടെ എന്തെങ്കിലും പ്രത്യേകതയാണോ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ തപ്പി നടന്ന് കാട് വരെ എത്തി. കാടിൻ്റെ സൈഡ് വരെ പോയിട്ടും നമുക്ക് തകര കിട്ടിയില്ല. ആവശ്യമുള്ളിടത്ത് നമ്മൾ നോക്കാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാഞ്ഞത്, അത് വേറെ കാര്യം. പിന്നെ ഇത് ഇങ്ങനെ വേലിപ്പൊത്തിലുണ്ടാവണ ആ വെള്ളത്തിൻ്റെ, അതിനെന്തോ പറയൂല, കണ്ണുനീർത്തുള്ളി, അങ്ങനെ എന്തോ ഒരു സംഭവം. എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. കാരണം പണ്ട് നമ്മൾ കുറേ ഇതിലൊക്കെ കളിച്ചിട്ടുള്ളതാണല്ലോ. ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇതോ എന്താന്ന് പോലും അറിയില്ല. ഇതേ കണ്ട, ഈ ഒരു ചെടിയിൽ മാത്രമാണ് ഈ ബട്ടർഫ്ലൈസ് കംപ്ലീറ്റ് വന്നിരിക്കണേ. എന്തൊരു രസമായിരുന്നു കാണാൻ. ഞാൻ എന്നിട്ട് ആ ചെടി അനക്കിയപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പറന്നു. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ജാനിക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ കുട്ടി ഇന്ന് സ്കൂളിൽ പോയിക്കായിരുന്നു. അപ്പോൾ മോളെ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് ഞാനും ഏട്ടനും കൂടി. നമ്മൾ പോകണമെന്ന പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തോന്നി, നമ്മളെല്ലാ പ്രാവശ്യവും പത്തലുപ്പേരി നമ്മൾ വെച്ച് കഴിക്കണത്. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് പത്തലുപ്പേരി വെച്ചാലോ ഓഞ്ചിട്ട് അമ്മേനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, കിട്ടണം അല്ലെങ്കിൽ പറക്കി പോരെ, ബാക്കി നമുക്ക് ഇവിടുന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും കൂടി കിട്ടിയ ഇലയൊക്കെ പറിച്ച്, ഞാനും ചേച്ചി ഇല പറിച്ചു. അപ്പോഴേക്കും ഏട്ടനും കുളിച്ച് റെഡിയായി വന്ന്. നമ്മളങ്ങനെ ഒരു പ്രതീക്ഷയില്ലാണ്ട് നമ്മൾ പോയതായിരുന്നു. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉപ്പേരി കഴിക്കാമെന്നൊരാഗ്രഹം, അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ അതേ കണ്ട, ആ ചെടിയുമൊന്നും ഞാൻ തട്ടിയതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പറന്നേക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ. നല്ല ഭംഗിയായിരുന്നു. ഇന്നത്തെ കാലത്തൊന്നും നമുക്കിത് കാണാൻ കിട്ടില്ല. ഒന്നാമത്തേൽ പണ്ടത്തെ പോലെയല്ല, ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമില്ല. എല്ലാവരും ഫോണും നോക്കി, പറയുന്ന ഞാനടക്കം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫോണും നോക്കിയുള്ള നേരം അങ്ങനെ ഇരുന്നും കിടന്നും കഴിച്ചു കൂട്ടുക എന്നല്ലാതെ. ഇതാണ് തകര എന്ന് പറഞ്ഞ സാധനം. ഞങ്ങൾ മറ്റേ ശ്മശാനത്തിൻ്റെ അവിടം വരെ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കയറുന്ന റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അങ്ങനെ തകര എന്ന് പറയുന്ന ഇല ഇതാണ്. എൻ്റെ അമ്മയുടെ മുഖം നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. മുക്കുറ്റിക്കുറി അടക്കം തലയിൽ മുക്കുറ്റിയുടെ പൂവടക്കം എൻ്റെ അമ്മ ചൂടിയിട്ടുണ്ട്. കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. എൻ്റെ മുഖത്ത് ഞാനും ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ പീരീഡ്സിൻ്റെ സമയം ആയതുകൊണ്ടാണ് ഞാൻ തൊടാഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതൊക്കെ മുടക്കാതെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ 7 ദിവസം വരെയാണ് മുക്കുറ്റിക്കുറിയൊക്കെ തൊടുള്ളൂ. പക്ഷേ ഞാനൊക്കെ 30 ദിവസം വരെയൊക്കെ നമ്മൾ തൊടും. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ തൊടും.
അപ്പോൾ അതേ കുറച്ച് ഇലകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. എല്ലാ ഇലയായി 10 ഇലയുമായി. അത് കഴിഞ്ഞതേ ഉപ്പേരിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ അച്ഛൻ ഇതിൻ്റെ ഇടയിൽ കൂടെ താഴത്ത് നമുക്ക് കുമ്പളത്തിൻ്റെ ഇല നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ല. കുമ്പളത്തിൻ്റെ ഇല കുറച്ചേ ഞാൻ പറിച്ചുള്ളൂ. ഒരു 5-6 പറിച്ചപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ഇല പറിക്കുമ്പോഴേ അതിൻ്റെ ആ തരി എന്നുള്ളൊരു സാധനം കയ്യുമ്പോൾ ഇങ്ങനെ കുത്തുക. അപ്പോൾ എനിക്ക് ഇറിറ്റേഷനായി. ഇപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ദേ പോയി പാടത്തിറങ്ങി കുമ്പളത്തിൻ്റെ ഇല പറിക്കണം, നല്ല മഴക്കാരുണ്ട്. ഞാൻ ഇതായിട്ട് പറയല്ല, എങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂവും ആ ഒരു വൈബും വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടില്ലാത്തൊരു വൈബാണ്. ഫ്രണ്ടിൽ പാടും കൃഷി ചെയ്യുന്ന സമയം കൂടിയാണ് ഞാൻ പറയേണ്ടത്. ഇതിപ്പോൾ അങ്ങനെ ആകെ കാട് കയറി നിൽക്കുന്ന കാരണമാണ് കാണാനൊരു ഭംഗി തോന്നാത്തത്. കൃഷിയുടെ സമയമാണെങ്കിൽ നല്ല രസമാണ്, ഫുള്ള് പച്ചപ്പ്. ഇപ്പോഴും പച്ചപ്പ് തന്നെ, എങ്കിൽ പോലും ഇങ്ങനെ കതിരായി നിൽക്കണതും അല്ലാതെ നാട് കഴിഞ്ഞ് നിൽക്കണതും എല്ലാതും ജാതി ചെയ്യുമാട്ടാ കാണാൻ വേണ്ടിയിട്ട് കണ്ടു. നല്ല മഴക്കാരമാണ്, മഴ എപ്പോൾ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവർക്കും പണിയുണ്ട്. ഏട്ടനത് മറ്റേ എന്താ പറയുക, തഴുതാഴ്മ നന്നാക്കണ ആളെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും അമ്മയും കൂടി തഴുതാഴ്മ നന്നാക്കണം. ഏട്ടൻ തന്നെ ഒരേ എല്ലാം നുള്ളി കഴിഞ്ഞ് ഇന്നൊന്നും കഴിയില്ല പറഞ്ഞ് അമ്മയും കൂടി ഹെൽപ്പ് ചെയ്ത് വേഗം നന്നാക്കുകയാണ്. അപ്പോൾ സമയം 1 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെമ്പൂത്രയിൽ തന്നെ പതുക്കെ ആടിപ്പാടി പോയപ്പോഴത്തേക്കും നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഇലകൾ കേട്ടോ. 10 ഇലയും ആയിട്ടുണ്ട്. ചേമ്പ്, താള്, തകര, മത്ത, കുമ്പളം, തഴുതാഴ്മ, നെയ്യുണ്ണി, ആനത്തുമ്പ, പയറ്. 10 കൂട്ടം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഗൈസ് 10 കൂട്ടം നമ്മൾ 10 ഇല ഉപ്പേരി വെക്കുന്ന ഐറ്റംസ്. ഇതാണ് തഴുതാഴ്മ. അങ്ങനെ അമ്മ ഈ ചേന ചേമ്പ് അതിൻ്റെയൊക്കെ എല്ലാം അമ്മ കഴുകി വെച്ചിരുന്നതായിരുന്നു. എല്ലാ എല്ലാം അമ്മ ഓൾറെഡി കഴുകി വെച്ചിരുന്നതായിരുന്നു. അത് കഴിഞ്ഞത് അച്ഛൻ അതൊക്കെ നുറുക്കി തരാണ്. സമയവും പോയല്ലോ ഊണ് കഴിക്കാൻ. അച്ഛനൊക്കെ വെച്ചാൽ ഷാർപ്പ് ടൈം. അച്ഛൻ 12 തരാമെന്നൊരു സമയം ഉണ്ടെങ്കിൽ അച്ഛൻ ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി പറഞ്ഞപ്പോൾ എല്ലാവരും ലേറ്റായി. അപ്പോൾ അത് അച്ഛൻ വേഗം സാധനങ്ങളൊക്കെ നുറുക്കി തരാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉമ്മറത്തേക്ക് പോയി വരുമ്പോഴത്തേക്കും അമ്മ ഉപ്പേരി അടുപ്പത്തിട്ടു ഗൈസ്. അത് കാരണം എനിക്ക് തുടക്കം എടുക്കാൻ പറ്റിയില്ല. നമ്മളിതിൽ അരിയൊക്കെ വറുത്ത് ചേർക്കും കേട്ടോ. അരിമണി വറുത്ത് ചേർക്കും. പിന്നെ കടുക്, മിളക്, മറ്റേ വറ്റൽമുളക്, പച്ചമുളകൊക്കെ നുറുക്കിയിട്ട് അങ്ങനെ അത് നമ്മളൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ഇലകൾ ഒന്നും കൂടെ കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതിന് മുൻപ് നല്ലോണം മറ്റേ ബേസനില്ലേ, വട്ടയ്ക്കാന്ന ബേസൻ അങ്ങനെയൊക്കെ പറയും നമ്മുടെ ഇവിടെ. ഇതേപോലത്തെ ഈ പാത്രമല്ല, ഇതിനെക്കാട്ടിലും വലിയ പാത്രത്തിലിട്ട് എല്ലാ ഇലയും നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് നുറുക്കിയത്. പിന്നെ അത് അമ്മ വീണ്ടും, കാരണം മണ്ണുണ്ടാവുമല്ലോ എന്ന് പണ്ട് അമ്മ വീണ്ടും കഴുകി അങ്ങനെ നമ്മൾ ഉപ്പേരി അടുപ്പത്തിടുകയാണ്. പെട്ടെന്നാവും. നമ്മളിപ്പോൾ ഉപ്പേരി ഇങ്ങനെ ഇല ഇടുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരുപാടുണ്ടല്ലോ, ചീഞ്ചട്ടിയിൽ കൊള്ളില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഉപ്പേരി വെന്ത് വരുമ്പോൾ അങ്ങനെ അത് ചുങ്ങിപ്പോവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു 10 ഇല ഉപ്പേരിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.